എല്ലാവർക്കും SCR-PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. CPO ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ കാണാം. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ അതൊന്ന് പറഞ്ഞിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉൾപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് പറഞ്ഞത്. കുമിന്താങ് പാർട്ടിയും ഫലാങ് പാർട്ടിയാണ് ഇല്ലാത്തത്. അപ്പോൾ 1, 3 ഇല്ല, ഓപ്ഷൻ എ ആണ്. ഒന്ന് തിരുത്തി വായിക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ശരിയുള്ളതും തെറ്റുള്ളതും നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലെല്ലാം ശരി എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരി ഏതെന്ന് മാത്രം നോക്കുക. സി എന്നുള്ള പ്രസ്താവന, മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അത് ശരിയാണ് അല്ലേ? നോക്കുക, ഇതിൽ അത് നമുക്ക് പെട്ടെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ സി ഉള്ള ഓപ്ഷൻസ് സെലക്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഡി ഉള്ളത് അത് തെറ്റിപ്പോയി, ഓപ്ഷൻ ഡി എന്നുള്ളത് തെറ്റിപ്പോയി. ഇനി നോക്കുക, ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ എയും ശരിയാണ്, സിയും ശരിയാണ്. എയും ശരിയാണ്, സിയും ശരിയാണ്. ഇനി ബി ശരിയാണോ നമുക്ക് നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതും ശരിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, എ ആണ്. നോക്കുക, 42ാം ഓപ്ഷൻ ഡി എന്ന് വായിച്ചു നോക്കുക. 42ാം അല്ലെങ്കിൽ ഡി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയും ആയിരുന്നു. നീലം സഞ്ജീവ് റെഡ്ഡി 1977 ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവുന്നത്. 1977 to 82 കാലയളവ്. അപ്പോൾ അദ്ദേഹം അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി? എ, ബി, സി. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. തെറ്റാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജ്യസഭയാണ് എന്ത്? ഒരു സ്ഥിരം സഭ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം ഇതിൽ ഏതൊരു പ്രസ്താവന ശരിയാണ്? അപ്പോൾ ശരിയായിട്ടുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 544 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അതല്ലാത്ത ഓപ്ഷൻ നോക്കുക, എ, ബി, ഡി. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും ഡിയും തെറ്റാണ്. അടുത്ത 26, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ. അടുത്ത, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ, സി. അടുത്ത, ചേരുംപടി ചേർക്കുക. നോക്കുക, അടിയന്തരാവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തത്? ശ്രദ്ധിക്കുക, അടിയന്തരാവസ്ഥ ജർമ്മനി. അപ്പോൾ A2. ഇനി ബി, ഭരണഘടനാ ഭേദഗതി എവിടെ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം എടുത്തിരിക്കുന്നത്? ഭരണഘടനാ ഭേദഗതി B1 സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എവിടെ നിന്നാണ്? അമേരിക്ക. C4. ഇനി അവശിഷ്ടാധികാരം കാനഡ. D3. അപ്പോൾ ഏതാ വരിക? A2. B1. C4. D3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതാണ്? ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. അടുത്തത് 30ാമത്തെ ചോദ്യം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. അപ്പോൾ നമ്മളത് നോക്കി, ഇതിൻ്റെ ഉത്തരം കിട്ടിയില്ല. ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് 31ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ലോങ് വാക്ക് ടു ഫ്രീഡം, ഇത് നമ്മൾ സ്ഥിരം പറയുന്നൊരു സംഭവമാണ്, അത് മാത്രം അറിഞ്ഞാലും മതി. ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല.
B1 എന്ന് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ എസ് ഫൈസി. അടുത്ത ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടുതലുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്തായിരുന്നു? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. കരൾ. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ആദ്യം വരുന്നത് CO2 ആണ്, അത് കഴിഞ്ഞിട്ട് മീഥേനാണ്. അപ്പോൾ ആ ഒരു ക്രമത്തിൽ വരുന്നത് ആരാണ് എന്ന് നോക്കുക. അപ്പോൾ CO2 ആണ് ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? മീഥേൻ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, CO2, മീഥേൻ. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ്. എന്താണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. അപ്പോൾ ഏറ്റവും സ്ട്രെസ്സായിട്ടുള്ള ജോലികളിൽ ഒന്നാണ് മെഡിക്കൽ പ്രൊഫഷൻ എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുക എന്നുള്ളതിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടപ്പിലാക്കിയത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ്. അടുത്ത 1000 ജൂള് പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ട പവർ P = വർക്ക് ബൈ ടൈം, P = W/T. അപ്പോൾ 1000/2 എത്രയാണ്? 500 വാട്ട്. അടുത്ത ജിയുടെ വില ധ്രുവങ്ങളേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതി അങ്ങനെയാണ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ G 9.8 എല്ലാവിടെയും ഒരേപോലെയല്ല. അടുത്തത് ISRO ഈയിടെ വിക്ഷേപിച്ച INSAT 3DS എന്തുപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹം. അടുത്ത പ്രകാശവർഷം എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അടുത്തത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. അടുത്തത് അറ്റോമിക് നമ്പർ 31 മൂലകം. അപ്പോൾ അതിൽ നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതിപ്പോയി വെച്ചാൽ അത് പെട്ടെന്ന് കിട്ടും. എത്രയാണ്? പിരീഡ് 4 ഗ്രൂപ്പ് 13. ഗാലിയമാണ് വാതകം. ഓക്കെ, ആ ലോഹം. ഓക്കെ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ഈ ക്രിട്ടിക്കൽ താപനില? അതുവരെയാണ് നമുക്ക് ദ്രാവകമാക്കി മാറ്റാൻ പറ്റുള്ളൂ മർദ്ദം കൊടുത്തിട്ട്. അതിന് ശേഷം നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പോൾ നോക്കുക, CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത 44 പൊട്ടാസ്യം, അതേപോലെ തന്നെ മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ. ഇതിൽ ലോഹ സ്വഭാവം കൂടുതലുള്ളത് ഏതിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ലോഹ സ്വഭാവം അതേ ക്രമത്തിൽ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ. ഇതിൽ ഉത്തരം സാകേതം ലങ്കാലക്ഷ്മി 1-4. അടുത്ത കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവന. പാലക്കാട് ജില്ലയിൽ പ്രചാരത്തിലുള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 1-2. ഓക്കെ. അടുത്തത് ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ ശരൺ കുമാർ ലിംബാലെ, അതേപോലെ തന്നെ പ്രഭാവർമ്മ. 2-3. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച്. ഏതാണ്? ഒളിമ്പിക്സ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതായിരുന്നു? ഓപ്പൺഹൈമർ. ഓക്കെ. അടുത്തത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ഏതാണ്? ആത്മോപദേശ ശതകം, ശ്രീനാരായണ ഗുരു. അപ്പോൾ നമ്മുടെ GK ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.